കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കടവന്ത്രയിലെ ടീവേഴ്സ് മീറ്റിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഒരു വ്യക്തി മാനസാന്തരപ്പെടേണ്ട ആവശ്യം, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നാൽ ഉള്ള അനുഗ്രഹം, അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കും. പ്രിയപ്പെട്ടവരെ, എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. നമ്മളാരും നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിൽ വന്നതല്ല. ദൈവം നമ്മെ ഈ ലോകത്തിൽ അയച്ചതാണ്. വെറുതെ അയച്ചതല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. ആ പദ്ധതി തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്, ഞാൻ ആ പദ്ധതിയിൽ എത്താതിരിക്കണം എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി. അവൻ ചെയ്യുന്നത് ഭാരവും പാപവും നമ്മുടെ ജീവിതത്തിലിട്ട് ആ ഓട്ടത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുവാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇന്ന് അത് പിശാചിൻ്റെ ആ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ ഭാരവും പാപവും നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ ഓട്ടം തികയ്ക്കാതിരിക്കുവാൻ, എന്നെ കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്ന് തെറ്റിക്കുവാൻ പിശാച് ഒരുക്കിയിരിക്കുന്ന തന്ത്രമാണ്. ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് എതിർത്ത് നിന്ന് ഈ ഓട്ടം ഓടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, മനുഷ്യൻ്റെ മുഖത്തേക്കല്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് ഓടിയാൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, എത്തേണ്ടിടത്ത് കർത്താവ് നമ്മളെ എത്തിക്കും. അതുകൊണ്ട് ഇന്ന് ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ ഒന്ന് കുഴിച്ചു മൂടി നമ്മളെ ഒരു പുതിയ വ്യക്തിയായിട്ട് എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അവിടെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മളെ ചുറ്റും നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വേണ്ടാത്ത പ്രവൃത്തികളെല്ലാം വിട്ട്, സ്വർഗീയ വരുന്ന സഭയിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പലരും, അല്ലെങ്കിൽ കൊലപാതക കേസുകളിൽ പെട്ട പലരും, കഞ്ചാവും ചരസും ഒക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന പലരും അതെല്ലാം വിട്ട് സുവിശേഷകന്മാരായിട്ട്, പാസ്റ്റർമാരായിട്ട് മാറിയ അനേക സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഓർത്തോണം, എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവ് മതിയായവരാണ്. അതിന് തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലെ വേണ്ടാത്ത ഭാരം, എൻ്റെ ഉള്ളിലെ എൻ്റെ ജീവിതത്തിലെ ആ പാപം ഇന്ന് ഈ ദിവസം ഈ സമയത്ത് അതെല്ലാം ഒന്ന് വിട്ട്, എൻ്റെ കർത്താവേ എനിക്ക് നിൻ്റെ പദ്ധതിയിലൊന്നായിത്തീരണം എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം കർത്താവ് നിങ്ങളെ തൊടുന്ന ദിവസമാണ്. നിങ്ങളുടെ പാപങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് എടുത്ത് മാറ്റും. നിങ്ങളെ ഒരു പുതിയ അനുഭവത്തിൽ, ഒരു വലിയ സമാധാനത്തിലും സന്തോഷത്തിലും കർത്താവ് നിങ്ങളെ നടത്തും. ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, വിടുതലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതൽ 9 വരെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമുക്കെന്ന് പറഞ്ഞ അപ്പോസ്തലൻ തന്നെ കുറിച്ച് സഭയിലുള്ളവരെ കുറിച്ചോ ആണോ അല്ലയോ? ഈ ലേഖനം ആർക്കെഴുതിയതാ? ഉറക്കപ്പറ. അപ്പൊ സഭാവിശ്വാസികൾക്കും തെറ്റുണ്ട്. സഭാവിശ്വാസികളുടെ ജീവിതത്തിലും കുറവും വീഴ്ചയും പാപവും ഒക്കെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് ചെയ്യണം? നാം നമ്മുടെ വായിച്ചാട്ടെ, നാം നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ യോഹന്നാൻ തന്നെ ഒഴിവാക്കി നിങ്ങളുടെ നല്ല പറഞ്ഞു, പിന്നെ നമ്മുടെ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ. വിശ്വാസികൾക്ക് രോഗം വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ യോഹന്നാൻ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഒടുവിൽ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. അടുത്തിരിക്കുന്നവളെ എന്നോട് തെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ പോരെന്ന് പറ.
നമ്മൾ തമ്മിൽ പറ്റിയ തെറ്റ് ആരോട് തന്നെ പറയണം? നിങ്ങൾ എത്ര പേര് ഭാര്യയോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്? എത്ര പേര് ഭർത്താവിനോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്? വെരി ഗുഡ്. ഈ ലോകത്തിൽ പിശാച് ഏറ്റവും ഭയപ്പെടുന്ന ആരെയൊക്കെ എന്നറിയോ? ഒന്ന് ക്ഷമിക്കുന്നവനെ, രണ്ട് ക്ഷമ ചോദിക്കുന്നവനെ. കൈകൊടുത്ത് പറഞ്ഞ് നമ്മളെ തന്നെ ബന്ധിക്കുന്നതാണ് കയ്പ്, പക, മറ്റുള്ളവരോട് പറഞ്ഞ വാക്കുകളൊക്കെ. കേട്ടോ, ആരെയും മുറിവേൽപ്പിക്കരുത്. ഒരു ദൈവവൈതലിനെയും ഒരു ദൈവദാസനെയും മുറിവേൽപ്പിക്കരുത്. നീ നിമിത്തം കർത്താവിന് വേദനിച്ചാൽ ആരോട് ക്ഷമ പറയണം? പറഞ്ഞാട്ടെ, കർത്താവിനോട് ക്ഷമ പറയണം. മനുഷ്യനോട് തെറ്റിയാൽ ആരോട് ക്ഷമ പറയണം? മനുഷ്യനോട് ഏറ്റു പറയണം. കൈകൊടുത്ത് പറ, ഏറ്റു പറയണം. അത് വിശ്വാസി ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ലോക മനുഷ്യൻ, സുവിശേഷം കേട്ട ഒരു വ്യക്തി പാപം മോചിക്കാൻ ഏറ്റു പറയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവമക്കളായ നമ്മളും ഏറ്റുപറച്ചിലിനെയും പ്രാർത്ഥനയും ഒന്നൊരു കർമ്മമാർഗമാക്കാതെ യേശു ചെയ്ത കർമ്മത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6:1 പറയുമ്പോൾ വിശ്വാസികളോട് അടിസ്ഥാന ഉപദേശങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്ന മാനസാന്തരമാണ്. അവിടെ മാനസാന്തരം എന്ന് പറയുന്നത്, അയ്യോ ഞാൻ കള്ളു കുടിച്ചു പോയി. എടാ, കള്ളു കുടിച്ചതും മാനസാന്തരപ്പെടണം, പാപ വഴികളും മാനസാന്തരപ്പെടണം. എന്നാൽ ഇവിടെ പറയുന്ന മാനസാന്തരം നിന്റെ കർമ്മമാർഗം വിട്ടിട്ട് ക്രിസ്തുവിലേക്ക് തിരിയുന്നതാ. അതാണ് ഇന്നത്തെ വചനം. അടുത്തിരിക്കുന്ന ആളോട് പറ, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നിന്റെ കർമ്മമാർഗത്തിൽ നിന്ന് തിരിഞ്ഞുകൊള്ളുവീൻ പറ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും, നന്മയുടെ കാലങ്ങൾ വരും. പ്രാർത്ഥന കർമ്മമാർഗമാക്കല്ലേ. 5 തവണ പ്രാർത്ഥിച്ചാൽ വിടുതൽ, 7 വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചാൽ വിടുതൽ, 8 ദിവസം അങ്ങനെ ചെയ്താൽ വിടുതൽ. ഇതെല്ലാം കർമ്മമാർഗമാ. ഒരിക്കലായി എന്നേക്കുമായി അവൻ കൊടുത്തു തീർത്തു. എൻ്റെ യേശുവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ വിടുതല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എബ്രായർ 6:1 വായിക്കാം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ഓർക്ക പറ. കർമ്മം. അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന പ്രസംഗിച്ച് കേട്ടപ്പോൾ ക്രൂശിച്ചവർക്കെല്ലാം എന്തുണ്ടായി? ഹൃദയത്തിൽ കുത്തു. അവരെല്ലാം യെരുശലേമിൽ കർമ്മം ചെയ്യാൻ വന്നവരാ. യെരുശലേം ദേവാലയത്തിലെ കർമ്മങ്ങൾ ചെയ്യാൻ, ഉത്സവം ആചരിക്കാൻ വന്ന പുരുഷാർ. അവർ ഞങ്ങൾ എന്ത് ചെയ്യണ്ടു എന്ന് പത്രോസിനോട് ചോദിച്ചു. നിങ്ങൾ ഈ കാണുന്ന അന്യഭാഷയും വെളിപ്പാടുമെല്ലാം ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ക്രൂശിച്ച യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിച്ചു പോയല്ലോ എന്നൊക്കെ ഉള്ളതായിരിക്കും. എന്നിട്ട് ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണ്ടു? അതിന് കൊടുത്ത മറുപടി നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്ക്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ആമേൻ. ആരെ ആശ്രയിക്ക്? നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ക്രിസ്തുവിലേക്ക് തിരിയാൻ വേറെടുത്ത് പറയുന്നു. നിങ്ങളുടെ അവര് പൗലൂസിനും ഒക്കെ യാഗം കഴിക്കാൻ തുടങ്ങിയ പറയാ, ഈ കർമ്മമാർഗം വിട്ട് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിലൊന്ന് വിശ്വസിച്ചേ നിങ്ങൾക്ക് വിടുതല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അപ്പം ഇവരോട് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട. യു ടേൺ ടു ക്രൈസ്റ്റ്. ആമേൻ. നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇവിടെ വന്ന് ഈ യെരുശലേം ദേവാലയത്തിൽ വന്ന് ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് വിടുതലുണ്ടെന്ന്? നോ. ഞാൻ നിങ്ങളോടൊരു സദ്വർത്തമാനം പറയട്ടെ. നിങ്ങൾ അനേക നൂറ്റാണ്ടുകളായി ചെയ്തിട്ട് തീരാത്തത് ഒരൊറ്റ നിമിഷം കൊണ്ട് യേശു ക്രൂശിൽ കൊടുത്തു തീർത്തു. അതെനിക്ക് മതിയെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. അതിനാണ് വാസ്തവത്തിൽ മാനസാന്തരം വേണ്ടത്. കർമ്മമാർഗത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി വിശ്വാസമാർഗത്തിലേക്ക് വന്ന് താൻ ചെയ്തതൊക്കെ ഒഴിവാക്കി അതിൽ ആശ്രയിക്കണമെങ്കിൽ ഭയങ്കര ഒരു ചേഞ്ച് ഓഫ് മൈൻഡ്, റിപ്പൻറ്റൻസ്, മാനസാന്തരം വേണം. ഇന്ന് രാത്രി കർത്താവിൻ്റെ പ്രവൃത്തിയിലൊന്ന് ആശ്രയിച്ച് സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ. ഇതിന് വളരെ നല്ല ഒരു ഉദാഹരണമായി. വിശ്വസിക്കാൻ വാസ്തവത്തിൽ എളുപ്പമാണേലും വലിയ ബുദ്ധിമുട്ടാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ദൈവം അഗ്നിസർപ്പങ്ങളെ അയച്ചു.
നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഇപ്പൊ ഇതിലെ ഒരു പാമ്പ് പോവുകയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ, അല്ല ഇവിടെ ഇരിക്കുന്ന ആണ്ട് പാമ്പെന്ന് പറഞ്ഞാൽ ഈ യോഗം എങ്ങനെ ഇരിക്കും? ഇത്രയും ഡീസൻ്റ് ആയിട്ട് ഇരിക്കൂ? പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു മരുഭൂമിയിൽ 10,000-കണക്കിന് പാമ്പ് ഈ ജനത്തിന്റെ ഇടവഴി ഓടുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. ആ സംഭവം എടുത്തുകൊണ്ട് നിക്കോദമോസ് എന്ന മതകർമ്മ മാർഗമായ വ്യക്തിയോട് യേശു പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തുന്നത് പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തോ പറഞ്ഞേ? ഈ നിക്കോദമോസ് എന്ന് പറയുന്ന മതകർമ്മം മുഴുവൻ ചെയ്യുന്ന ആള്, പെരുന്നാള്, യാഗങ്ങള്, നേർച്ചകള്, വഴിപാടുകള് മുഴുവൻ ചെയ്യുന്ന ആള് വന്നിട്ട് ചോദിച്ചു, നിത്യജീവൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഇദ്ദേഹം ചെയ്യുക. കൈ കൊടുത്ത് പറഞ്ഞു, ഒന്നാമത് ഈ ചെയ്ത്തുകൾ നിർത്തിയാട്ടെന്ന് പറഞ്ഞു. നീ ചെയ്തിട്ട് നടക്കാഞ്ഞിട്ടാണല്ലോ അവൻ ചെയ്യാൻ വന്നത്. നിന്റെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് അവൻ നിനക്ക് വേണ്ടി ചെയ്തതിലേക്ക് തിരിയുമ്പോൾ രക്ഷ സൗജന്യമായി, അനുഗ്രഹം സൗജന്യമായി ഇന്ന് രാത്രി നിന്റെ മേൽ വരും. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആർപ്പോടെ ഒന്ന് കർത്താവിനെ സ്തുതിക്കുമോ? അപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിന് യേശു കൊടുത്ത മറുപടിയാണ്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ ആരെ ഉയർത്തും? മനുഷ്യപുത്രനെ ഉയർത്തും എന്ന് പറഞ്ഞാൽ ക്രൂശിൽ ഉയർത്തും എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ഉയരും. ഈ രണ്ട് ഉയർപ്പാ. മരിച്ചുയർത്ത ക്രിസ്തുവിനെ നീ കാണും. ഇപ്പൊ നീ എന്നെ ജീവനോടെ കാണുക നിക്കോദമോസേ, എന്നാൽ ഞാൻ ഉയർത്തപ്പെടും. മരിച്ചിട്ട് ഉയർത്ത എന്നെ നോക്കിയാ മതി, സർപ്പത്തിന്റെ കടിയിൽ നിന്ന് വന്ന മുഴുവൻ പ്രശ്നവും തീരും. ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വായെ വഞ്ചിച്ച സർപ്പത്തിന്റെ വിഷത്തിൽ കൂടെ മാനവജാതിക്ക് വന്ന മുഴുവൻ പ്രശ്നവും തീരാൻ നീ യെരൂശലേം ദേവാലയത്തിൽ പോകണ്ട, നേർച്ചയിടണ്ട, കാഴ്ച അർപ്പിക്കണ്ട. ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനെ വിശ്വാസത്താൽ നോക്കുമ്പോൾ നിനക്ക് വിടുതലാവും. കർമ്മമാർഗം, വിശ്വാസമാർഗം. ഉറക്കെ പറ. മരുഭൂമിയിൽ സർപ്പങ്ങൾ ഇങ്ങനെ നടക്കുക, ഓടി നടക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സർപ്പം ഓടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ. എബി ബ്രദർ എന്ത് ചെയ്യും? എറണാകുളവും മൂവാറ്റുപുഴയും ഒക്കെ മറന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ചാടി കസേര കയറും. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇദ്ദേഹം പാടുകോ ഇല്ലയോ ഒന്നും നോക്കത്തില്ല, മൈക്ക് സ്റ്റാൻഡ് കയ്യിലെടുക്കും. ഇത് കഴിയുന്ന സമയത്ത് ഊരിയിട്ട് ഓരോന്നിനെ അടിച്ചു കൊല്ലും. ഇങ്ങനെ മാനവജാതി പ്രശ്നങ്ങളെ അടിച്ചു കൊന്നോണ്ടിരിക്കുക. കഴിഞ്ഞ അനേകായിരം വർഷങ്ങളായി നിനക്കെതിരെ ഉയരുന്ന പ്രശ്നങ്ങളെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പോകുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ എന്ന മേൽ നിന്റെ മേൽ ഫണം വിരുത്തി ആടുന്ന സർപ്പങ്ങളെ നിന്റെ കഴിവുകൊണ്ട്. ഞാനും ഒത്തിരി അടിച്ചൊതുക്കാൻ നോക്കിയതാ. എൻ്റെ അകത്തെ സർപ്പത്തെ തന്നെ അടിച്ചൊതുക്കാൻ പറ്റുന്നില്ല. കോപ വന്ന സർപ്പത്തെ അടിച്ചൊതുക്കി കഴിയുമ്പോൾ നോട്ട വന്ന സർപ്പം വരും. പിണക്കം വന്ന സർപ്പത്തെ അടിച്ചൊതുക്കി കഴിയുമ്പോൾ കൈപ്പെന്ന സർപ്പം അപ്പുറേ കയറി വരും. ഹലോ, നടക്കുവോ? സർപ്പങ്ങൾ ഇങ്ങനെ എഴുതുക, ഓരോന്നിനെ തല്ലുക. അന്നേരം മോശയോട് ദൈവം പറഞ്ഞു, വേറൊരു മാർഗം ഞാൻ തുടങ്ങുക, വിശ്വാസമാർഗം. വേറൊരു മാർഗം ഞാൻ ആരംഭിക്കുക. എന്റെ പുത്രൻ മുഖേന ഞാൻ വേറൊരു മാർഗം ആരംഭിക്കുക. പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട മാനവജാതിക്ക് വേണ്ടി എന്റെ പുത്രനെ ഞാൻ ഉയർത്താൻ പോവാ. മോശേ, എന്റെ പുത്രനെ ഉയർത്തുന്നതിന് അടയാളമായി നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ ഈ സർപ്പത്തിന്റെ കടിയേക്കുന്നില്ലേ, അവർക്ക് വേണ്ടി ഒരു താമ്ര സർപ്പത്തെ ഉയർത്തി കൊടിമരത്തിന്മേൽ, ഇവിടെ അടുത്തിരിക്കുന്ന ആൾ പറ, കുനിഞ്ഞിരിക്കുന്ന തലയുടെ അടി കൊണ്ട കാണിക്കുകയെന്ന് പറ. എല്ലാവരുടെയും മുഖത്ത് ഇങ്ങനെ കുനിഞ്ഞ് പാമ്പിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ കൊണ്ട് ഇങ്ങനെ സർപ്പത്തെ കാണിക്കുകയല്ല. പിന്നെ എങ്ങനെയാണ്? പറഞ്ഞാട്ടെ. എന്നിട്ട് പറഞ്ഞു, നീ സുവിശേഷം തുടങ്ങിക്കോണം. എന്തോ ചെയ്യണം? സുവിശേഷം, സദ്വർത്തമാനം. നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന അവസാനിച്ചോ? നിങ്ങൾ 2 എണ്ണത്തിനെ ഒതുക്കുമ്പോൾ 4 എണ്ണം നേരെ വരും. ദാ ഇവിടെ ഉയർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ട്, നിങ്ങളുടെ പരിശ്രമങ്ങൾ അവസാനിച്ചിട്ട് നിങ്ങൾ തല ഒന്ന് വിട്ട് നോക്കിക്കേ. ഒരത്ഭുതം നടന്നു. ഈ അടിച്ചൊതുക്കിയവരെല്ലാം എപ്പോഴേലും ഒക്കെ കടി കൊണ്ട് താഴെ വീണു.
എന്നാൽ ഞാൻ പ്രവർത്തിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, എന്നാൽ എനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയിലൊന്ന് നോക്കിയേക്കാം എന്ന് കരുതി ഒരു ചെറിയ റിസ്ക് എടുത്ത് കുറച്ചു നേരത്തേക്ക് അടിയൊന്ന് നിർത്തി ഒന്ന് കൈകൊടുത്ത് പറ, ചെറിയൊരു റിസ്ക് എടുത്താട്ടെന്ന് പറഞ്ഞു. കുറെ നാളായിട്ട് അടിച്ചൊതുക്കുന്നുണ്ടല്ലോ ഒന്ന് പറഞ്ഞ്, കുറെ നാളായിട്ട് അടിച്ചൊതുക്കുന്നുണ്ടല്ലോ. അല്പസമയത്തേക്ക് ആ റിസ്ക് ഒന്നെടുത്തോണ്ട് ആ വടിയെല്ലാം താഴെ ഇട്ടിട്ട്, ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനെ ഇന്ന് രാത്രിയും ഞാനിവിടെ ഉയർത്തട്ടെ. നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ശരീരത്തിന്മേൽ നിന്റെ സകല പാപവും നിന്റെ പിതാക്കന്മാരുടെ അകൃത്യവും നിന്റെ സകല ചങ്ങലകളും ചുമന്ന് ഒഴിച്ച ദൈവപുത്രൻ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഈ കടവന്ത്രയിൽ എറണാകുളം നഗരത്തിൽ ഞാൻ അവനെ ഉയർത്തി കാണിക്കുക. അവങ്കലേക്ക് നോക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, അവനിൽ നോക്കുന്നവർക്ക് ആശ്വാസകാലങ്ങളുണ്ട്. യേശുവിന്റെ നാമം വിളിച്ചാട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഇന്ന് വിളിക്കുമ്പോൾ തന്നെ ഇവിടെ കെട്ടുകൾ പൊട്ടും, ഇവിടെ ബന്ധനങ്ങൾ അഴിയും, ഇവിടെ ചങ്ങലകൾ പൊട്ടും. ആ നാമം വിളിച്ചാട്ടെ. യെസ് യെസ് യെസ്, വിളിച്ചോ. ഭൂതങ്ങൾ അലറി ഓടും, ചങ്ങലകൾ പൊട്ടും, അത്ഭുതങ്ങൾ നടക്കും. കരം അടിച്ച് വായി തുറന്ന് ഉള്ളം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. ഇന്ന് രാത്രി പാരമ്പര്യ കെട്ടുകൾ പൊട്ടും, ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയും, ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിറവുണ്ടാകും, ഇന്ന് രാത്രി ചങ്ങലകൾ പൊട്ടും, ദുഷ്ടൻ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിഞ്ഞ് ദൈവമക്കൾ ഫ്രീ ആകുന്ന കാഴ്ച ആത്മാവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കാൽവറിയിൽ ഒഴുകുന്ന അത്ഭുത ശക്തി, പഴയ പാമ്പായ സാത്താന്റെ തലയെ തകർത്ത ശക്തി. ആ നാമം വിളിച്ചാട്ടെ, യേശുവേ. ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ രോഗിയാ, ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചു. വയറ്റിൽ വേദനയായിരുന്നു, പൂർണ്ണമായി സൗഖ്യമായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ കയ്യാൽ ഇതൊക്കെ ഉണ്ടല്ലോ, കാണിച്ചേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഇപ്പൊ ഡിസ്ചാർജ് മേടിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാ. യേശു സൗഖ്യമാക്കി. എന്തായിരുന്നു? വയറിന് എരിച്ചില്, വേദന ഒക്കെ ആയിരുന്നു. പക്ഷെ പോരുമ്പോഴും വേദനയായിരുന്നു, ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോഴും വേദനയായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എനിക്ക് സൗഖ്യമായിരുന്നു. ഈ പ്രശ്നത്തിന് വേണ്ടിയാണോ ആശുപത്രിയിൽ അഡ്മിറ്റായി കടന്നേ? അതെ അതെ. ഇപ്പൊ സൗഖ്യമായി. ആയി. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഹസ്ബൻഡാ 12 ദിവസമായിട്ട് ഡോക്ടർമാർക്ക് എന്താ രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 12 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. CT സ്കാൻ ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു, ECG എടുത്തു, പിന്നെ പല ടെസ്റ്റും നടത്തി. പിന്നെ ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ വേദന എന്ന്. ഡോക്ടർ പറഞ്ഞത് ഇനി വയറിനെ സംബന്ധിച്ച് ഒരു ടെസ്റ്റ് മാത്രമേ നടത്താനുള്ളൂ. കാരണം എന്നിട്ടും വേദനയായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു വേദനയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്താൽ മതി. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോലും കയറാണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പറഞ്ഞു നമുക്ക് വീട്ടിൽ അപ്പം തന്നെ പോരണം, നമ്മുടെ പ്രാർത്ഥന മുടക്കാനായിട്ടാണ് ഇങ്ങനെ ചെറിയ വേദന വന്നതെന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ സൗഖ്യമായി. ഞാൻ വന്ന് ഇവിടെ ഇരിക്കുമ്പോഴും നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിക്കണ്ടായിരുന്നു എന്തേ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല എന്ന്. പക്ഷെ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പം വേദന ഇല്ല, പൂർണ്ണ സൗഖ്യമായി. ഡോക്ടർ പറയണേന് ഈ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒന്നല്ല, എന്താ സംഭവം എന്ന് അറിയാൻ പറ്റണം. ഇവര് എൻഡോസ്കോപ്പി നടത്തി, CT സ്കാൻ നടത്തി, പല സ്കോപ്പി നടത്തി. ഇന്നിവിടെ കർത്താവ് ഹോളി സ്പിരിറ്റോസ്കോപ്പി നടത്തി. ഇവിടെ ആദ്യമായിട്ട് വരിക. ഹോളി സ്പിരിറ്റോസ്കോപ്പി നടത്തിയപ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് സ്കോപ്പിനകത്ത് വെളിപ്പെട്ടു. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ പാമ്പ് അഴിഞ്ഞങ്ങ് പോയി. ആൾക്ക് വിടുതലായി. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേട്ടു. ദൈവവചനം പറയുന്നു, ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ്. നമ്മൾ ഇപ്പോൾ കണ്ടു, ഒരു സഹോദരി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ഈ മീറ്റിങ്ങിന് വന്നതാണ്.
ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബൈബിളിൽ രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ അവിടെ ഉള്ളിൽ അവളൊരു തീരുമാനമെടുത്തു, ഞാൻ പോകും, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊടും, അവൻ എന്നെ തൊടാൻ പറ്റുന്നെങ്കിൽ തൊടട്ടെ, സൗഖ്യം വരട്ടെ എന്നല്ല അവൾ ചിന്തിച്ചത്. ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊടും, എനിക്ക് സൗഖ്യം വരും. അതുപോലെ തന്നെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾക്ക് തൊടാൻ സാധിച്ചു. അവൾ ആ നിമിഷം തന്നെ സൗഖ്യം അവൾ അറിഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഈ സഹോദരി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ആ സഹോദരി ഈ മീറ്റിങ്ങിന് കടന്നു വന്നു. കർത്താവ് ആ സഹോദരിയെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉള്ളിൽ ഇന്ന് ഈ പ്രാർത്ഥന ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക, എനിക്ക് സൗഖ്യം വരും, എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഒരു വിടുതൽ നടക്കും, എൻ്റെ ഭവനത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുക, കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ഭാരപ്പെടുന്ന, വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വളരെയേറെ വേദനിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് കർത്താവ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എന്ത് വിഷയമാണെങ്കിലും കർത്താവ് അത്ഭുതം ചെയ്യും. ആ ശാരീരികമായ ബുദ്ധിമുട്ട് കർത്താവ് ഇപ്പോൾ തന്നെ മാറ്റും. ICUവിൽ കിടക്കുന്ന ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ തൊടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്. അവിടുന്ന് ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു തരുന്ന കർത്താവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വളരെ ഭാരത്തോടും പ്രയാസത്തോടും ഞങ്ങളെ ശ്രവിക്കുന്നവരുണ്ട് കർത്താവേ. അങ്ങേക്ക് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഇവരുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. എൻ്റെ യേശുവേ, ഇന്ന് ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. എൻ്റെ കർത്താവെ, അങ്ങയുടെ അടുക്കൽ വന്ന രക്തസ്രാവമുള്ള സ്ത്രീയെ അങ്ങ് സൗഖ്യമാക്കി. ഇന്ന് ഞങ്ങൾ കണ്ടതുപോലെ ആ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കി. അതേ കരം ഇപ്പോൾ തന്നെ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിൽ തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ വ്യാപരിച്ചിരിക്കുന്ന സകല വേദനകളും മാറട്ടെ. ആ സ്കിന്നിലെ അലർജി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുകയാണ്, വലിയൊരു ബോളിനോളം വലുപ്പത്തിലുള്ള മുഴ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇൻഫെക്ഷനും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ ഡയബറ്റിക്കായിട്ട് വിരൽ മുറിക്കണമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് കേൾക്കുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ ആ മുറിവ് സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ കരം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. കർത്താവ് അപ്പോൾ തന്നെ ഇവിടെ ഭവനങ്ങളിലും അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരട്ടെ. എല്ലാ സാമ്പത്തികമായ പ്രയാസങ്ങളും മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. വിടുവിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഉറപ്പായിട്ട് പറയാം, കർത്താവിൻ്റെ വചനം വിടുവിക്കുന്നതാണ്. ഇന്ന് അയക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.